പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്നതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റാന്നി ടൗൺ ഏകദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. പമ്പയിൽ അതിവേഗം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പത്തനംതിട്ട, റാന്നി, കോന്നി താലൂക്കുകളിലെ വെള്ളപ്പൊക്കമുണ്ടായ താലൂക്കുകളിൽ പോലീസ്, NDRF, റവന്യൂ, ഫയർ ആൻഡ് റെസ്ക്യൂ, വനം, തദ്ദേശം, KSEB തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുവരുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് വ്യക്തമാക്കി. DSPമാരും എല്ലാം ഇവിടെ റാണി SHO, പെരുന്നാട്, പമ്പ, അതേപോലെ കോന്നി ഭാഗത്തിൽ, പിന്നെ അതേപോലെ ആറന്മുള ഭാഗത്തുള്ള എല്ലാ SHOമാരും ഫീൽഡിൽ ആക്റ്റീവായിട്ട് ഫസ്റ്റ് റെസ്പോണ്ടൻ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഫയർ സർവീസ് ഉദ്യോഗസ്ഥരും NDRFയുടെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള സഹായങ്ങൾ പോലീസുടെ ഭാഗത്തിൽ നിന്ന് ചെയ്തു വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ റാണി ടൗൺ കംപ്ലീറ്റ്ലി വെള്ളം വന്നിട്ട് സബ്മർജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ രാവിലെ തൊട്ട് പോലീസ് ഉണ്ടാക്കി. റാന്നി വലിയ പാലത്തിലെ റോഡിലെ വെള്ളക്കെട്ട് കാരണം ഗതാഗതം നിയന്ത്രിക്കുന്നതിനും വഴിതിരിച്ചു വിടുന്നതിനും കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുമായി ആലോചിച്ച് പ്ലാച്ചേരി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂബ ടീമിനൊപ്പം സ്വകാര്യ ബോട്ടുകളും കുട്ടവഞ്ചികളും അടക്കം എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഓണറബിൾ ഹോം മിനിസ്റ്റർ അദ്ദേഹം രാവിലെ തന്നെ വിളിച്ചിരുന്ന് ഇവിടെ MLA ആയിട്ട് ചെയ്യേണ്ട സഹായം കിട്ടും.